ഖുർആൻ ആസ്വാദനം 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 34-ാമത്തെ ആയത്ത്. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ. ആദമിന് നിങ്ങൾ സാഷ്ടാംഗം നമിക്കുകയെന്ന് നാം മലക്കുകളോട് പറഞ്ഞപ്പോൾ അവർ സാഷ്ടാംഗം നമിച്ചു, ഇബ്ലീസ് ഒഴികെ. അവൻ വിസമ്മതിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു. അവൻ നിഷേധികളിൽപ്പെട്ടവനുമായിരുന്നു. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ ലിൽമലായിക എന്ന് 4-5 ഹർക്കത്ത് വരെ നിർബന്ധമായും നീട്ടേണ്ടതാണ്. ഫസജദൂ ഇല്ലാ ഇബ്ലീസ്, ഫസജദൂ എന്നും ഇല്ലാ എന്നും ഈ രണ്ടിടത്തും നീട്ടേണ്ടത് നിർബന്ധമല്ലെങ്കിലും 4-5 ഹർക്കത്ത് വരെ നീട്ടി ഓതാവുന്നതാണ്. മദ്ദുൽ മുൻഫസിൽ എന്നാണ് ഇതിന് പറയുന്നത്. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ആയത്തിൻ്റെ അവസാന ഭാഗത്തും 2, 4, 6 ഹർക്കത്തുകളിൽ നീട്ടാവുന്ന ഒരു മദ്ദും നമുക്ക് കാണാവുന്നതാണ്. മനുഷ്യരുടെ സവിശേഷത ബോധ്യപ്പെടുത്തിയ ശേഷം ആദമിന് സാഷ്ടാംഗം നമിക്കുവാൻ മലക്കുകളോട് അള്ളാഹു ആവശ്യപ്പെടുകയാണ്. മലക്കുകളോട് ചെയ്യാൻ ആവശ്യപ്പെട്ട സാഷ്ടാംഗ പ്രണാമം ആരാധനയുടേതല്ല, ആദരവിൻ്റേതാണെന്ന് വ്യാഖ്യാതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സീൻ, ജീം, ദാൽ അക്ഷരത്രയത്തിൽ നിന്നുണ്ടായ സുജൂദിന് സാഷ്ടാംഗ പ്രണാമം എന്നാണ് അർത്ഥം. ഇതിന് തുല്യമായ ഹിബ്രു പദമാണ് ശാഖ. തോറയിലും മറ്റ് പഴയ നിയമ പുസ്തകങ്ങളിലുമെല്ലാം ദൈവത്തിന് മാത്രം ചെയ്യുന്ന ആരാധനാപരമായ സാഷ്ടാംഗ പ്രണാമത്തിനും ആദരവിനായി ചെയ്യുന്ന പ്രണാമത്തിനും ശാഖ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പദം ഉപയോഗിച്ച 170 തവണയിൽ പകുതിയോളം തവണ ആദരസൂചകമായ സാഷ്ടാംഗമാണ് വിവക്ഷിച്ചിരിക്കുന്നതെന്ന് ബൈബിൾ പദവിജ്ഞാനകോശമായ സ്ട്രോങ് കോൺകോർഡൻസ് പരിശോധിച്ചാൽ മനസ്സിലാവും. ആദമിനുള്ള മലക്കുകളുടെ സുജൂദിനെ കുറിച്ച സൂചനകളൊന്നും ബൈബിൾ പുസ്തകങ്ങളിലില്ല. എന്നാൽ യഹൂദ പാരമ്പര്യങ്ങളിൽ അത്തരമൊരു കഥയുണ്ടായിരുന്നതായ സൂചനകൾ 4-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ചില തൽമൂദ് ഗ്രന്ഥങ്ങളിലുണ്ട്. ഖുർആനിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് പ്രസ്തുത തൽമൂദ് കഥ. ഗോത്രപിതാവായും മഹാപ്രവാചകനായും വാഴ്ത്തപ്പെടുന്ന അബ്രഹാം തൻ്റെ കർത്താവിനെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തുമ്പോഴും ഉൽപ്പത്തി 22:6, 24:26, 24:48 അദ്ദേഹത്തിൻ്റെ ഭൃത്യന്റെ ദൈവാരാധനയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും 24:53 അദ്ദേഹത്തിനടുത്തെത്തിയ മലക്കുകളെ ആദരിച്ച് വണങ്ങിയതിനെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോഴും 18:3 മരണപ്പെട്ട സാറായ്ക്ക് കല്ലറയൊരുക്കാൻ സമ്മതിച്ച നാട്ടുകാരായ ഹിത്യരെ അദ്ദേഹം വണങ്ങിയതിനെക്കുറിച്ച് വിവരിക്കുമ്പോഴും 23:8, 23:13 സഹോദരപുത്രനായ ലോത്ത് ദൂതന്മാരെ ആദരിച്ച് നമിക്കുന്നതായി പ്രസ്താവിക്കുമ്പോഴുമെല്ലാം 19:2 ശാഖ എന്നോ അതിൻ്റെ രൂപാന്തരങ്ങളോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. യോസഫിന്റെ സ്വപ്നത്തെപ്പറ്റി പറയുന്നത് സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങി എന്നാണ്. തൻ്റെ പിതാവിനോടുള്ള യോസഫിന്റെ ഈ വിവരണത്തിൽ ശാഖ എന്ന പദത്തെയാണ് മലയാളം ബൈബിളിൽ താണു വണങ്ങി എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. 37:9, 10 യൂസുഫ് നബിയുടെ സ്വപ്നത്തെക്കുറിച്ച ഖുർആനിലെ വിവരണത്തിലും 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു, 12-ാം അധ്യായം 4-ാം വചനം എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന കാര്യം ഇതോട് ചേർത്ത് വായിക്കുക. ബഹുമാന സൂചകമായി സാഷ്ടാംഗം പ്രണമിക്കുന്ന സമ്പ്രദായം പൂർവ്വ സമുദായങ്ങളിലെല്ലാം നിലനിന്നിരുന്നുവെന്നാണ് ഇത് മനസ്സിലാക്കി തരുന്നത്.
യൂസുഫിന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്തതായും ഖുർആനിലുണ്ട്. 12-ാം അധ്യായത്തിലെ 100-ാം വചനം. യേശുവിന്റെ മുന്നിൽ വന്ന് പലരും ബഹുമാന സൂചകമായി സാഷ്ടാംഗം നമിച്ചതായി പുതിയ നിയമത്തിലെ 60ഓളം വചനങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. ഷാക്കായ്ക്ക് തുല്യമായ ഗ്രീക്ക് പദമായ പ്രോസ്കോനിയോ എന്നാണ് ഇവിടെയെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. മുൻ പ്രവാചകന്മാരുടെ കാലത്തെല്ലാം നിലനിന്നിരുന്ന ആദരസൂചകമായ സാഷ്ടാംഗ പ്രണാമം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് നിരോധിക്കപ്പെട്ടതെന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാനാകുന്നത്. മുഹമ്മദീയ ശരീഅത്തിൽ അത് നിരോധിക്കപ്പെട്ടതായി ഖൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബൂദാവൂദ് സ്വീകാര്യമായ പരമ്പരയോടെ നിവേദനം ചെയ്ത ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ആദമിന് വേണ്ടി സുജൂദ് ചെയ്യാനാണ് 34-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നും അതിൽ നിന്ന് ആദമിന്റെ സൃഷ്ടിയിൽ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് സുജൂദ് ചെയ്യാനുള്ള കൽപ്പനയാണിതെന്നാണ് മനസ്സിലാക്കേണ്ടതെന്നും വ്യാഖ്യാനിച്ച ചില പണ്ഡിതന്മാരുണ്ട്. ആരുടെയെങ്കിലും മുന്നിലാകുമ്പോഴേ സുജൂദ് അയാൾക്കുള്ള ആരാധനയായി തീരൂവെന്നും ഇവിടെ സുജൂദ് ആദമിന് മുന്നിലല്ല, പ്രത്യുത ആദമിന് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിലാണ് എന്നതിനാൽ അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനുള്ള ആരാധന തന്നെയാണെന്നുമാണ് അവരുടെ ന്യായം. സുജൂദ് ആരാധനയാകുന്നത് അതിൽ പ്രാർത്ഥനയുണ്ടാവുമ്പോഴാണ്. ഏത് സൃഷ്ടിയുടെ മുന്നിലാണെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് സുജൂദെങ്കിൽ അവിടെ പ്രാർത്ഥന അള്ളാഹുവിനോടാണ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ സുജൂദ് ആദമിന്റെ മുന്നിലാണെങ്കിലും മലക്കുകളുടെ ആരാധന അള്ളാഹുവിനാണ്. സുജൂദ് ആദാമിന്റെ മുന്നിൽ എന്നാണെങ്കിലും ആദാമിന് വേണ്ടി എന്നാണെങ്കിലും എല്ലാം അതുകൊണ്ടുണ്ടാവുന്ന ഫലം ഒന്നു തന്നെയാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മലക്കുകൾ ആദമിന് സാഷ്ടാംഗം നമിക്കുന്നു. അവർ അനുസരിക്കുന്നത് അള്ളാഹുവിനെ, ഭയപ്പെടുന്നത് അള്ളാഹുവിനെ, അവരുടെ പ്രാർത്ഥന അള്ളാഹുവിനോട്, അങ്ങേയറ്റത്തെ ആദരവും ബഹുമാനവും എല്ലാം അള്ളാഹുവിന്. അതുകൊണ്ട് തന്നെ ആദമിനുള്ള സുജൂദിലൂടെ മലക്കുകൾ നിർവഹിച്ചത് അള്ളാഹുവിനുള്ള ആരാധനയാണ്. ആദമിന് നൽകിയത് അള്ളാഹു ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള ആദരവ് മാത്രം. മലക്കുകളെല്ലാം സുജൂദ് ചെയ്തപ്പോ ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്യാതെ മാറി നിന്നു. ബ ല സ ത്രയാക്ഷരങ്ങളിൽ നിന്ന് നിഷ്പന്നമായ ബലസ എന്ന ക്രിയയുടെ കർത്തൃനാമമാണ് ഇബ്ലീസ്. നിരാശൻ എന്നാണ് അർത്ഥം. ഖുർആനിന് മുമ്പ് ഏതെങ്കിലും രേഖകളിൽ ആരെങ്കിലും ഈ പദം ഉപയോഗിച്ചതായി കാണുന്നില്ല. പിശാചിനുള്ള ഗ്രീക്ക് പദമായ ഡയബോലോസിന്റെ അറബി ലിപ്യന്തരണമാണ് ഇബ്ലീസ് എന്ന ചില ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാരുടെ നിഗമനത്തിന് ഉപോത്ബലകമായ തെളിവുകളൊന്നുമില്ല. പ്രവാചക കാലത്തോ മുമ്പോ എഴുതപ്പെട്ട ജൂത, ക്രൈസ്തവ, അറബി രേഖകളിലൊന്നും അങ്ങനെ പ്രയോഗിച്ചതായി കാണുന്നില്ല. ഖുർആനിലെ സവിശേഷ പ്രയോഗമാണ് ഇബ്ലീസ് എന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത്. ഖുർആനിൽ 11 തവണ ഇബ്ലീസ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതിൽ 9 സുജൂദ് ചെയ്യാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന ലംഘിച്ചതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. ജിന്നുകളിൽപ്പെട്ടവനാണ് ഇബ്ലീസ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. 18-ാം അധ്യായം 50-ാം വചനം. അഗ്നിയാലാണ് തന്നെ സൃഷ്ടിച്ചതെന്ന് അവൻ അഹങ്കാരത്തോടെ പറയുന്നതായി ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. 7-ാം അധ്യായം 12-ാം വചനം. ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പുകയില്ലാത്ത അഗ്നിജ്വാലയിൽ നിന്നാണെന്നും 55-ാം അധ്യായം 15-ാം വചനം. അത്യുഷ്ണമുള്ള തീയിൽ നിന്നാണെന്നും 15-ാം അധ്യായം 27-ാം വചനം ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മലക്കുകളെ പ്രകാശത്തിൽ നിന്നും ജിന്നുകളെ പുകയില്ലാത്ത അഗ്നിജ്വാലയിൽ നിന്നുമാണ് സൃഷ്ടിച്ചതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് മുസ്ലിം നിവേദനം ചെയ്തിട്ടുമുണ്ട്. നിഷ്കാസിതനായ മലക്കാണ് ഇബ്ലീസ് എന്ന് ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ടെന്നത് ശരിയാണ്. ഖുർആനോ പ്രവാചക വചനങ്ങളെയോ അല്ല, ലൂസിഫറിനെ കുറിച്ച ക്രൈസ്തവ കഥകളെയാണ് അവർ അക്കാര്യത്തിൽ ആശ്രയിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ജിന്നുകളുടെ ആദി പിതാവാണ് ഇബ്ലീസ് എന്ന വീക്ഷണം ഇബ്നു അബ്ബാസ്, മുജാഹിദ്, ഖത്താദ റളിയല്ലാഹു അൻഹും എന്നീ പ്രവാചകാനുചരന്മാരിൽ നിന്നും അടുത്ത തലമുറക്കാരനായ ഹസനുൽ ബസരിയിൽ നിന്നും ഇമാം തബരി ഉദ്ധരിച്ചിട്ടുണ്ട്.
സുജൂദ് ചെയ്യുവാനുള്ള കൽപ്പന മലക്കുകളോടാണ്. പിന്നെ എന്തിന് ജിന്നുകളുടെ പിതാവായ ഇബ്ലീസ് സുജൂദ് ചെയ്യണം? സുജൂദുമായി ബന്ധപ്പെട്ട വചനങ്ങൾ പരിശോധിച്ചാൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കും. ഈ സംഭവം ഖുർആനിൽ 7 തവണ പരാമർശിച്ചിട്ടുണ്ട്. 2-ാം അധ്യായം 34-ാം വചനം, 7-ാം അധ്യായം 11-ാം വചനം, 15-ാം അധ്യായം 31-32 വചനങ്ങൾ, 17-ാം അധ്യായം 61-ാം വചനം, 18-ാം അധ്യായം 50-ാം വചനം, 20-ാം അധ്യായം 116-ാം വചനം, 38-ാം അധ്യായം 74-75 വചനങ്ങൾ. അവ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മലക്കുകളോട് മൊത്തത്തിലും ഇബ്ലീസിനോട് പ്രത്യേകമായുമുള്ള കൽപ്പനയായിരുന്നു ഇതെന്ന് മനസ്സിലാകും. ഇബ്ലീസിന്റെ ധിക്കാരത്തെക്കുറിച്ച് സൂറത്തുൽ കഹ്ഫിൽ 18-ാം അധ്യായം 50-ാം വചനം പറയുന്നത്, ജിന്നുകളിൽ നിന്നുള്ളവനായിരുന്നു അവൻ, അങ്ങനെ തന്റെ നാഥന്റെ കൽപ്പന അവൻ ധിക്കരിച്ചു. കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബി എന്നാണ്. ഇതിൽ നിന്ന് സുജൂദ് ചെയ്യാനുള്ള കൽപ്പന ജിന്നുകളുടെ നേതാവായ ഇബ്ലീസിനും ബാധകമായിരുന്നുവെന്ന് വ്യക്തമാകുന്നു. സൂറത്തുൽ ഹിജ്റിൽ ഉദ്ധരിക്കുന്ന 15-ാം അധ്യായം 32-ാം വചനം, ഇബ്ലീസെ, പ്രണമിക്കുന്നവരുടെ കൂട്ടത്തിൽ ചേരാതിരിക്കുവാൻ നിനക്കെന്താണ് ന്യായം? യാ ഇബ്ലീസ് മാ ലക അല്ലാ തകൂന മഅ സാജിദീൻ എന്ന അല്ലാഹുവിന്റെ ചോദ്യം വ്യക്തമാക്കുന്നത് ഇബ്ലീസിനോടും ആ കൽപ്പന ബാധകമായിരുന്നുവെന്നാണ്. അതിന് ഇബ്ലീസ് നൽകുന്ന മറുപടി, നീ എന്നോടല്ലല്ലോ മലക്കുകളോടല്ലേ കൽപ്പിച്ചത് എന്നായിരുന്നില്ല. കറുത്ത ചെളി പാകപ്പെടുത്തിയുണ്ടാക്കിയ മുഴക്കമുണ്ടാക്കുന്ന കളിമൺ രൂപത്തിൽ നിന്ന് നീ പടച്ച മനുഷ്യന് പ്രണമിക്കേണ്ടവനല്ല ഞാൻ എന്നാണ് അവന്റെ മറുപടി. ഇതിൽ നിന്ന് അവനോടും പ്രസ്തുത കൽപ്പനയുണ്ടായിരുന്നുവെന്ന് വ്യക്തമാണ്. ഇതേപോലെയുള്ള സൂറത്തു സ്വാദിലെ 38-ാം അധ്യായം 75 മുതൽ 77 വരെയുള്ള വചനങ്ങൾ ചോദ്യോത്തരത്തിൽ നിന്നും അതുതന്നെയാണ് മനസ്സിലാക്കാവുന്നത്. മലക്കുകളോട് മൊത്തത്തിലും ഇബ്ലീസിനോട് പ്രത്യേകിച്ചുമുള്ള കൽപ്പനയെക്കുറിച്ച് പ്രതിപാദിച്ചപ്പോൾ, നിങ്ങൾ സാഷ്ടാംഗം നമിക്കുകയെന്ന് നാം മലക്കുകളോട് പറഞ്ഞപ്പോൾ എന്ന് പ്രതിപാദിച്ചത് സ്വാഭാവികമാണ്. യാത്ര പോകുന്ന വിദ്യാർത്ഥികളെല്ലാം വാഹനത്തിൽ കയറുക എന്ന കൽപ്പന അവരോടൊപ്പം പോകാനായി നിശ്ചയിക്കപ്പെട്ട അധ്യാപകർക്ക് കൂടി ബാധകമാണ്. അധ്യാപകരോട് പ്രത്യേകിച്ച് പറയാത്തതിനാൽ അവർ വാഹനത്തിൽ കയറേണ്ടതില്ല എന്ന യുക്തി അടിസ്ഥാനരഹിതമാണ്. വിദ്യാർത്ഥികളോടൊപ്പം പോകാനായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ തന്നെ അവരോടുള്ള കൽപ്പനകളെല്ലാം അധ്യാപകർക്കും ബാധകമാണെന്ന് ഉറപ്പാണ്. മലക്കുകളോടൊപ്പം ദൈവസദസ്സിലിരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഇബ്ലീസിനോടും സാഷ്ടാംഗ പ്രണാമത്തിന് കൽപ്പിച്ചിട്ടുണ്ടെന്ന് 15-ാം അധ്യായം 32-ാം വചനം, 18-ാം അധ്യായം 50-ാം വചനം, 38-ാം അധ്യായം 75-ാം വചനങ്ങളിൽ നിന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെ നിങ്ങൾ സാഷ്ടാംഗം നമിക്കുകയെന്ന് നാം മലക്കുകളോടും ഇബ്ലീസിനോടും പറഞ്ഞപ്പോൾ എന്ന് പരാമർശിക്കേണ്ടതില്ല. മലക്കുകളോടുള്ള കൽപ്പന ഇബ്ലീസിനും ബാധകമാണെന്ന് ദൈവസദസ്സിലിരിക്കാനുള്ള അവന്റെ തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ജിന്നുകളുടെ നേതാവായ ഇബ്ലീസ് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചില്ല. അവൻ വിസമ്മതിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു. പടച്ചവന്റെ സദസ്സിലിരിക്കാൻ അവസരം ലഭിച്ചിട്ടും അവന്റെ കൽപ്പനയ്ക്ക് വിധേയനാവുന്നതിന് പകരം വിസമ്മതിക്കുക, അതിനേക്കാൾ വലിയ ധിക്കാരം എന്താണ്? ആ ധിക്കാരത്തിന് പ്രേരിപ്പിച്ചത് അവന്റെ അഹങ്കാരം മാത്രം. കറുത്ത ചെളി പാകപ്പെടുത്തിയുണ്ടാക്കിയ മുഴക്കമുണ്ടാക്കിയ കളിമൺ രൂപത്തിൽ നിന്ന് നീ പടച്ച മനുഷ്യന് പ്രണമിക്കേണ്ടവനല്ല ഞാൻ എന്ന അവന്റെ വർത്തമാനത്തിൽ 15-ാം അധ്യായം 33-ാം വചനം, ആ വർത്തമാനത്തിൽ നിന്ന് എത്രത്തോളം വലിയ അഹങ്കാരിയായിരുന്നു ഇബ്ലീസ് എന്ന് വ്യക്തമാവുന്നു. അഗ്നിയിൽ നിന്നുണ്ടായ താനാണ് മണ്ണിൽ നിന്നുണ്ടായ മനുഷ്യനേക്കാൾ ഉത്തമനെന്ന അഹങ്കാരം, താനാണ് ഉന്നതനും ഉത്തമനും പരിഗണിക്കപ്പെടേണ്ടവനും ആദരിക്കപ്പെടേണ്ടവനും എന്നെല്ലാമുള്ള ബോധമാണ് ഇബ്ലീസിനുണ്ടായത്. ആ ബോധത്തെയാണ് ഖുർആൻ അഹങ്കാരം എന്ന് വിളിച്ചിരിക്കുന്നത്. അത്തരം ബോധങ്ങളിൽ നിന്ന് സംശുദ്ധമായിരിക്കണം ദൈവദാസന്മാരുടെ മനസ്സ് എന്ന വലിയ സന്ദേശം നൽകുന്നുണ്ട് ഈ കഥനം. ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതനാക്കിയത് അഹങ്കാരമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം അഹങ്കാരമുള്ളവരൊന്നും സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു
അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയത്. ഒരു കടുക് മണിത്തൂക്കം അഹങ്കാരമെങ്കിലും ഹൃദയത്തിലുള്ള മനുഷ്യരൊന്നും സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന് അബ്ദുല്ലാഹിബ്നു അംറിൽ നിന്ന് ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ സ്വഹീഹായ സനദോടെ നിവേദനം ചെയ്യുന്ന നബിവചനത്തിന്റെ ശൈലി അല്പം കാർക്കശ്യമുള്ളതാണ്. പൈശാചിക ഭാവത്തിന്റെ ലാഞ്ചനയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ സ്വർഗം നിഷിദ്ധമായി തീരുമെന്ന ഗൗരവമേറിയ സന്ദേശം നൽകാൻ വേണ്ടിയായിരിക്കണം കർക്കശമായ സ്വരത്തിൽ തന്നെ പ്രവാചകൻ ഈ സന്ദേശം കൈമാറിയത്. അവൻ നിഷേധികളിൽപ്പെട്ടവനുമായിരുന്നു. വകാന മിനൽ കാഫിരീൻ. അള്ളാഹുവിനെ ധിക്കരിക്കുക വഴി ഇബ്ലീസ് നിഷേധിയായി തീർന്നതാണോ? അതല്ല, ആദ്യം തന്നെ അവൻ നിഷേധിയാണോ? വാചക ഘടനയിൽ നിന്ന് നിഷേധം അവനിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. സുജൂദിനുള്ള കൽപ്പനയെ ധിക്കരിക്കുക വഴി മറച്ചുവെച്ചിരുന്ന പ്രസ്തുത നിഷേധം പുറത്തു വന്നതാവാം. രഹസ്യങ്ങൾ അറിയുക അള്ളാഹുവിന് തന്നെയാണ്. അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിക്കുകയും അതിന് കാരണമായി തന്റെ ഔന്നത്യത്തെ ഉയർത്തിക്കാണിക്കുകയും ചെയ്യുക വഴി ഇബ്ലീസിന്റെ നിഷേധം മറനീക്കിയിരിക്കുകയാണിപ്പോൾ. അവൻ കാഫിറുകളിൽ പെട്ടവനുമായിരുന്നു എന്ന വചനാന്ത്യം കാഫിറാകുന്നതെങ്ങനെയെന്ന് കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട്. അള്ളാഹുവിനെ അറിയുന്നവൻ, അവനുമായി ആശയവിനിമയം നടത്തിയവൻ, അവന്റെ അനുഗ്രഹങ്ങളെ അനുഭവിച്ചവൻ, അവന്റെ മഹത്വവും കഴിവുകളും എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കിയവൻ, പക്ഷേ അവന് സമർപ്പിക്കുവാൻ സന്നദ്ധതയില്ലാത്തവൻ, സ്വന്തം ഔന്നത്യത്തിലും സാധ്യതയിലും അഹങ്കരിക്കുന്നവൻ, താനല്ലാത്തതിനെയെല്ലാം ഇകഴ്ത്തിക്കാണുന്നവൻ, തന്റെ അനുസരണക്കേടിന് ന്യായീകരണങ്ങൾ ചമക്കുന്നവൻ. ഈ സ്വഭാവങ്ങളാണ് ഇബ്ലീസിനെ കാഫിറാക്കിയത്. അറിവോ അനുഭവങ്ങളോ അല്ല, സമർപ്പണ മനോഭാവവും കർമ്മസന്നദ്ധതയുമാണ് കുഫറിനെയും ഇസ്ലാമിനെയും വേർതിരിക്കുന്നതെന്ന വലിയ പാഠം കൂടി ഈ വചനാന്ത്യം നൽകുന്നുണ്ട്. വിജ്ഞാനത്തെക്കാൾ അധികം വിനയമാണ് ഒരാളുടെ വിജയം തീരുമാനിക്കുന്നതെന്ന വലിയ പാഠം.